Hello guys, എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ക്വാളിറ്റി വൈബ്സ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം കൈശ്വരി ഹരി അയ്യർ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം യുഎയിലെ ഒരു ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്ഥലത്തിലാണ്. ഞാനിപ്പോ ഷാർജയിലാണ്. ഷാർജയിലുള്ള ഒരു അതിമനോഹരമായ സ്ഥലമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ ഗൈസ്. അപ്പൊ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ജോഗിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരെയൊന്ന് പരിചയപ്പെടാം. ബാക്കി വിശേഷങ്ങൾക്ക് ഞാൻ വഴിയെ പറയാം. കം ഓൺ ഗൈസ്, ഫോളോ മീ. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്, ബെഞ്ചിൽ ഇരിപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം. കം ഓൺ ഗൈസ്. നമ്മുടെ കൂടെ ചേട്ടനുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ജോയിൻ ചെയ്യാൻ പോകും. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. പറയൂ കേട്ടോ, ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻ, ചൂടിൽ നിന്നും തണുപ്പിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതിപ്പോ തണുപ്പത്തി പോപ്കോൺ തിന്നാൻ രസ. കുറച്ചുകൂടെ തണുപ്പായ വേണ. ഇയാളെ ഫുഡ് കഴിച്ച് കിളിപോയിരിക്കാൻ തോന്നുന്നു. താമര പറഞ്ഞ ഒന്നുമില്ല, നല്ല റിവ്യൂ. ചേട്ടൻ കണ്ടിന്യൂ ചെയ്തു. ഹലോ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടാം. കം ഓൺ ഗൈസ്. അയ്യോ പോവല്ലേ, ഞാൻ പറഞ്ഞില്ല. ഹലോ, പോയോടാ. ജോഗിന്ന് വിട്ടപ്പം ഐസ്ക്രീം തിന്നോണ്ടിരിക്കുന്നു. ഈഡിയറ്റ്. ഗോ ആൻഡ് റൺ. ഓടാ. റൺ. ഇന്ന് കാണുമ്പോൾ വക്ക് പൊട്ടിയ ആൾക്കാരാണല്ലോ ഗൈസ്. അവിടെ രണ്ട് ചേച്ചിമാര് അവിടെ നിന്ന് വരുന്നുണ്ട്. നമുക്ക് അവരെ പോയി മീറ്റ് ചെയ്യാം. കമാൺ. ചേച്ചിമാരെ ഒന്ന് നിൽക്കണേ. പറയും മോളെ. ചേച്ചി, ഈ കുൽക്കേഷ് എന്നുള്ള ചാനലിലാണ് ഞാൻ വരുന്നത്. ഇപ്പോ യുഎയിലത്തെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിനെന്താ പറയാലോ. ഒരു മിനിറ്റ് ക്യാമറ ഓൺ ചെയ്യല്ലേ. പറയൂ ചേച്ചി, കനത്ത ചൂടിൽ നിന്നും വിൻഡർ സീസണിലേക്ക് പോകുമ്പോൾ താങ്കൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? വെൽ, എൻ്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ്. ഇതിപ്പോൾ എന്താ പറയുക, ഈ തണുപ്പ് വരുന്ന സാഹചര്യത്തിൽ സ്കിൻ വളരെ ഡ്രൈ ആവുന്നു. അതാണ് മെയിൻ പ്രോബ്ലം. എൻ്റെ ഹസ് എപ്പോഴും വഴക്ക് പറയുന്നു ക്രീമാർ യൂസ് ചെയ്തതിനെ. അല്ല എനിക്ക്? യെസ്, അബ്സല്യൂട്ട്ലി ട്രൂ. എൻ്റെ ഹാൻഡ്സ് നോക്കൂ, ഫുൾ സ്ക്രാച്ച് ആണ്. ദാറ്റ്സ് വൈ ഐ ഡോണ്ട് ലൈക്ക് ദിസ് ക്ലൈമറ്റ്. എൻ്റെ ആൻറ്റിമാരെ, ഞാൻ ചോദിച്ച യുഎഇ വെതർ കണ്ടീഷനാണ്. അപ്പോഴവരുടെ ബ്യൂട്ടി ടിപ്സ്. ആരടി നിന്റെ ആൻറ്റിമാര്? വെള്ളക്കാമോറി, വെള്ളാമ്പാറ്റ ആൻറ്റിമാരെന്ന്. ഞങ്ങൾ ജസ്റ്റ് മാരീഡ് കഴിഞ്ഞുള്ളൂ അല്ലേ? ആരുടെ മാരേജ്? ആന്റിയുടെ ഇളയ മോളുടെയാ. എന്താണ് നീ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ചോദിച്ചതിനെ പറ്റി അങ്ങൾക്ക് എന്താ അഭിപ്രായം? കുട്ടി, ആഗോള വ്യാപനത്തിന്റെ ഫലമായി ആകാശത്ത് നിന്നും നിപതിക്കുന്ന ചില നീർത്തുള്ളികൾ ഭൂമിയിൽ ആഗിരണം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിന്റെ ഫലമാണ് ഈ വ്യതിയാനങ്ങൾക്ക് കാരണം എന്ന് വേണമെങ്കിൽ വളരെ ലളിതമായി ഇതിനെ പറയാം. മനുഷ്യനും പ്രകൃതിയും നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭൂമിയിൽ സംഭവിച്ച പ്രതികാരവാച മൂലവും ഇത് സംഭവിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എണീക്കരുത്, അവിടെ ഇരി.
മറ്റൊന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. ഓസോൺ പാളികളിലെ ഓട്ടയടയ്ക്കാൻ ആളെ കിട്ടാത്തത് മൂലം തൊഴിലില്ലായ്മ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വില്ലേജ് ഓഫീസിലേക്കുള്ള നിയമനങ്ങൾ വേഗത്തിലാക്കിയാൽ തണുപ്പ് ഒരു പരിധി വരെ ചേർത്ത് നിൽക്കാൻ സാധിക്കും. ശരിയല്ലേ? നിക്ക് പോരുത്. കഴിഞ്ഞില്ല. ഇയാൾക്ക് എന്തോ വട്ടാണോ? അങ്ങളെ ക്ലൈമറ്റിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ക്ലൈമറ്റിനെ പറ്റിയോ? നമുക്ക് അവിടെ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചാലോ? വാ. അങ്കിള് പറ. മോളെ, എത്ര കണ്ടത്തെ ചൂടായാലും നല്ല തണുപ്പായാലും ഇതെല്ലാം ഇതുപോലെ തന്നെ കാണുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യനെയും ജീവജാലങ്ങളെയും ഈ പ്രകൃതിയെയും എന്തിന് ഒരു പുൽനാമ്പിനെ പോലും ഒരേപോലെ കാണാനും അതിനെ സംരക്ഷിക്കാനും ഇവിടുത്തെ ഭരണാധികാരികൾ കാണിക്കുന്ന ഇച്ഛാശക്തി ഉണ്ടല്ലോ, അതാണ് നമ്മൾ കാണേണ്ടതും കണ്ടുപഠിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും. മനസ്സിലായോ? അങ്ങനെ ആകുമ്പോൾ ഈ ഭൂമി തന്നെ ഒരു സ്വർഗമായി തീരും. ചൂടോ തണുപ്പോ എന്നല്ല, എന്തും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മനസ്സിലായോ? പോട്ടെ മോളെ. ഓക്കെ. ഇതൊരു കണ്ടന്റ് മാത്രമല്ല, കേട്ടിരിക്കേണ്ട വാക്കുകളും മാത്രമല്ല, മനസ്സിലാക്കേണ്ടതും മാതൃകയാക്കേണ്ടതും കൂടിയാണിത്.